കൂട്ടാക്രമണമാണ്. കൂട്ടാക്രമണം എന്നതിനപ്പുറം ഇത് ഒരു സംഘടിത സ്വഭാവമുള്ള ആക്രമണമാണ്. ആദ്യമായല്ല നമ്മൾ ഈ ആക്രമണം കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധികേന്ദ്രമുണ്ട് എന്നത് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണമടക്കം ഈ ബ്രിഗേഡിന് ഒരു ബ്രിഗേഡിയർ ഉണ്ട്. ആ ബ്രിഗേഡിയർ വളരെ നൈസായിട്ടാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ആരാണ് ആ ബ്രിഗേഡിയർ എന്നത് സംബന്ധിച്ച്. ആ ബ്രിഗേഡിയർ പുറത്ത് എക്സ്പോസ്ഡ് ആകുന്ന ഒരു ദിവസം വരും. കാരണം കോൺഗ്രസ് നേതാക്കൾ എത്ര എന്ന് വെച്ചാൽ ക്ഷമിക്കുക, വലിയ പാരമ്പര്യമുള്ള വർഷങ്ങളായി കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിച്ച് കയറി വന്ന പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെയാണ് കൂട്ടം തിരിഞ്ഞ് ആക്രമിക്കുന്നത്. ഞാനും എൻ്റെ സംഘവും എന്ന മട്ടിൽ അങ്ങനെ ഒരു സ്വന്തമായ ഒരു സംഘം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ഒപ്പം കൊണ്ടു നടന്നിരുന്ന ആളാണല്ലോ. അപ്പോൾ പരസ്യമായി എടുക്കുന്ന ഒരു ടാക്ടിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് അയാൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തും പറഞ്ഞിട്ടില്ല. വളരെ സേഫ് സോണിൽ നിന്നുകൊണ്ടുള്ള കളിയാണ്. പക്ഷേ അതേസമയം തന്നെ ഈ ബ്രിഗേഡിനെ ആക്റ്റീവ് ആക്കുന്നുണ്ട്. നമ്മൾ പറയുമല്ലോ, ഈ ചാവേർ ബോംബ് എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത്? ചാവേർ ആക്രമണങ്ങളിൽ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാകും, ആരാണ് ചാവേർ ആകേണ്ടതെന്ന്. ആ രീതിയിലാണ് ഈ പൊട്ടിത്തെറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വറാണ് ആദ്യത്തെ ചാവേർ. അതിനുശേഷം സുപ്രീം കോടതി അഭിഭാഷക വരുന്നു. ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ലൈൻ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എവിടെയാണ്, എപ്പോഴാണ് ഈ ചാവേറുകൾ പൊട്ടിത്തെറിക്കേണ്ടത്. അത് കൃത്യമായി പ്ലാൻഡ് ആണ്. ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷനാണ് നടക്കുന്നതെന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഈ പ്ലാൻഡ് ഓപ്പറേഷൻ, ഈ സംഘടിതമായിട്ടുള്ള ഈ സൈബർ ബുള്ളിയിങ് അത് തടഞ്ഞേ പറ്റൂ. കാരണം അല്ലെങ്കിൽ അത് കേരളീയ പൊതുസമൂഹത്തിന് അത് വലിയ ഭീഷണിയായി മാറും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പരാതിയുമായി രംഗത്ത് വരുന്ന സ്ത്രീകൾക്ക് എന്നുള്ളതല്ല, അവരെ ആരെതിർത്താലും നശിപ്പിച്ച് കളയും. അങ്ങനെയാണ് അവരുടെ ആ ഒരു ബുദ്ധി പോകുന്നത്. അത് ശരിയായ ഒരു രീതിയല്ല. അത് രാഷ്ട്രീയത്തിലായാലും പൊതുമണ്ഡലത്തിലായാലും ആ ഒരു രീതിക്ക് തടയിട്ടേ പറ്റൂ. അപ്പോൾ ഇപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യം ചെയ്തതുകൊണ്ട് സൈബർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്.